നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 601st day. ടുഡേ പ്രഥമസ്കന്ധ 3rd chapter 38th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതത്തിലേക്ക് സ്വാഗതം. ഇന്ന് 601 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ഓം തത്സത്. സവേദുധാതു പദവീം പരസ്യ ദുരന്തവീരസ്യ രഥാംഗപാണേ, യോ മായയാ സന്തതയാനുവൃത്യ ഭജേത തത്പാദസരോജഗന്ധം. ഓം തത്സത്. സ വേദധാതു പദവീം പരസ്യ ദുരന്തവീരസ്യ രഥാംഗപാണേ, യോ മായയാ സന്തതയാനുവൃത്യ ഭജേത തത്പാദസരോജഗന്ധം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് സ വേദധാതു പദവീം പരസ്യ ദുരന്തവീരസ്യ രഥാംഗപാണേ, യ അമായയാ സന്തതയാനുവൃത്യ ഭജേത തത്പാദ സരോജഗന്ധം. യ എന്ന് പറഞ്ഞ യാതൊരുത്തൻ, അമായയ കപടമില്ലാത്ത ഭാവത്തോടു കൂടിയ, സന്തതയ ഇടവിടാതുള്ള, അനുവൃത്യ സന്തതയാ അനുവൃത്യ അനുവർത്തനം കൊണ്ട് കർമ്മം കൊണ്ട്, തത്പാദ സരോജഗന്ധം ആ ഭഗവാന്റെ പാദത്തിൻ്റെ പത്മഗന്ധം, അതായത് പാദമാകുന്ന താമരയുടെ ഗന്ധത്തെ ഭജിക്കുമോ സ അവൻ, പര എന്ന് പറഞ്ഞാൽ മായ, മായയിൽ നിന്ന് അകന്നവനും, ധാതുഹു സൃഷ്ടാവും, ദുരന്തവീരസ്യ അനന്തമായ ശക്തിയുള്ള, ദുരന്ത എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ അനന്തമായ, ദുരന്തവീരസ്യ അനന്ത ശക്തിയുള്ളവനുമായ, രഥാംഗപാണി ചക്രപാണിയുടെ, അതായത് ഭഗവാന്റെ പദവി മാർഗത്തെ, ഓ എന്ന് പറഞ്ഞാൽ അറിയുന്നു, വേദ എന്ന് പറഞ്ഞാൽ അറിയുന്നു. ഓം തത്സത്. അർത്ഥം: ആർക്കും അറിയാൻ കഴിയുകയില്ല ഭഗവാന്റെ മഹാത്മ്യത്തെ. എങ്ങനെ എന്ത് ശ്രമിച്ചാലും ഭഗവാനെ അറിയുവാൻ ഭഗവാൻ അപ്രാപ്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, ഭക്തന്, ഒരു യഥാർത്ഥ ഭക്തന് ഭഗവാന്റെ സ്വരൂപം അറിയാൻ സാധിക്കും. ഏതൊരുത്തൻ ഒരു അല്പം പോലും ഫലകാംക്ഷയില്ലാതെ ഇടവിടാതെയുള്ള ആ ഭഗവാന്റെ പാദപത്മസേവ കൊണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, ത്വത്പാദപത്മ സരോജഗന്ധം. ആ പാദപത്മത്തിൻ്റെ മാകുന്ന ഗന്ധത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നുവോ, ആ ഭക്തന് അനന്തശക്തിയുള്ളവനും മായാതീതനും ലോകസൃഷ്ടാവുമായ ഈ ശ്രീഹരിയുടെ സ്വരൂപത്തെ അറിയുവാൻ സാധിക്കും. അതുതന്നെയാണ് മുക്തി, മോക്ഷം, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം. നമ്മൾ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവർ എന്ന് പറയുന്നത് ഫലകാംക്ഷ കൂടാതെ ഭഗവാനെ അനേകകാലം ഭജിച്ച് എന്താണ് ആ ഭഗവത് സ്വരൂപം എന്താണ് എന്ന് മനസ്സിലാക്കിയവരാണ്. അങ്ങനെ ആ ഭഗവത് സ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് അറിയേണ്ടതായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ ഞാനെന്നോ ഭഗവാനെന്നോ ഉള്ള മാറ്റമില്ലാതെ
എല്ലാറ്റിലും ആ ഭഗവാനെ തന്നെ കണ്ട് ഭഗവാനെ തന്നെ ഭജിക്കുവാനും അദ്വൈതം ആയി ജീവിക്കുവാനും അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മഹത്തുക്കളായിട്ട് പൂജിക്കുന്നത്. ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ഗുരുക്കന്മാർ നമുക്ക് ഭാരതത്തിലും കേരളത്തിലും അനേകമുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ ഭഗവാനെ ഫലകാംക്ഷ കൂടാതെ സേവിച്ചവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്ലോകം ഒരിക്കൽ കൂടി. സവേദധാതുപദവിം പരസ്യ ദുരന്തവീരസ്യ രഥാംഗപാണേ യോയമായയാ സന്തതയാനുവൃത്യ ഭജേത തത്പാദസരോജഗന്ധം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.